രജനീകാന്ത് ചിത്രങ്ങൾ എന്നും ആരാധകർക്ക് ആവേശമാണ്. വേറെ ഒരു ഇന്ത്യൻ സൂപ്പർ താര ചിത്രത്തിനു വേണ്ടിയും ആരാധകർ ഇത്രമേൽ അക്ഷമരായി കാത്തിരുന്നിട്ടുണ്ടാവില്ല. 50 വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ രജനീകാന്ത് നേടിയ പ്രധാന സമ്പത്ത് ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഈ ആരാധകരാണ്. അവരെ നിരാശപ്പെടുത്താതെ എത്തിയിരിക്കുകയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി. രജനീകാന്തിന്റെ സിനിമ കാണാൻ പോകുമ്പോൾ ലോജിക്ക് മടക്കി വീട്ടിൽ വെക്കണം. ലുക്ക്, സ്റ്റൈൽ, പ്രസന്റേഷൻ തുടങ്ങി രജനിയുടെ ശൈലി ആഘോഷിക്കുകയാണെന്നാണ് പ്രധാനം. സമീപകാലത്ത് കണ്ടതിൽ വെച്ച ഏറ്റവും യുവത്വമുള്ള ലുക്കുമായാണ് രജനീകാന്തിന്റെ വരവ്. അതിനൊപ്പം സ്വാഗും സ്റ്റൈലും ഒത്തിണക്കി നാഗാർജുന നേർക്കുനേർ വരുന്നു. ഇതിനൊപ്പം സത്യരാജും കന്നഡ സൂപ്പർ താരം ഉപേന്ദ്രയും രജനിക്കൊപ്പമുണ്ട്. ഇതിനിടയിലേക്ക് അമീർ ഖാന്റെ സാന്നിധ്യം എത്തുന്നതോടെ പടയുടെ വലുപ്പം കൂടുകയാണ്. വമ്പൻ താരങ്ങൾ അണിനിരക്കുന്ന ഹൈ പാക്കേജ് പ്രകടനം മുൻപിൽ നിന്ന് നയിക്കുന്നത് രജനിയാണ്. സിനിമയെ രസകരമാക്കുന്നതും രജനീകാന്തിന്റെ സ്റ്റൈലാണ്. സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ നിൽക്കുന്നത് സൗബിൻ ഷാഹിറിന്റെ പ്രകടനവും. വിന്റേജ് തമിഴ് സിനിമകളിലേക്കുള്ള അനേകം നൂലുകൾ ഇട്ടുകൊണ്ടാണ് കഥ പറയുന്നത്. അമിതാഭ് ബച്ചന്റെ ദീവാറിനെ ആസ്പദമാക്കി 1981 തമിഴിൽ പുറത്തിറങ്ങിയ തീ എന്ന രജനീകാന്ത് ചിത്രത്തിലേതുപോലെ ഒരു തുറമുഖത്ത് പണിയെടുക്കുന്ന സ്റ്റൈലിഷ് ആയ തൊഴിലാളി കഥാപാത്രം. 1983 രജനി നായകനായെത്തിയ തങ്കമകനിലെ വാവ പക്കം വാ പാട്ട് തുടങ്ങി ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ ചിത്രത്തിലുണ്ട്. രജനീകാന്തിന്റെ വിന്റേജ് മടങ്ങിവരവ് കാണാനാകുന്ന സിനിമയാണ് കൂലി. ശബ്ദത്തിലും ലുക്കിലും സ്റ്റൈലിലും ഒക്കെ ആ പഴയ രജനിയുടെ മിന്നലാട്ടങ്ങൾ കൂലിയിലുണ്ട്. ദക്ഷിണേന്ത്യൻ പ്രേക്ഷകർ കാത്തിരുന്ന അമീർ ഖാന്റെ വരവാണ് ചിത്രത്തിന്റെ മറ്റൊരു ടേണിംഗ് പോയിന്റ്. അമീറിന്റെ വരവും സ്റ്റൈലും ഒക്കെ കയ്യടി വാങ്ങുന്നുണ്ട്. അമീറിന്റെ കോമഡി ടൈമിംഗ് ആണ് രസകരം. മികച്ച കഥയും വേഗതയുമുള്ള കഥ പറച്ചിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും മികച്ചതാകുമായിരുന്നു കൂലി. ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നു. ഒരു ലോകേഷ് കനകരാജ് ചിത്രം എന്നതിനേക്കാൾ പക്കാ രജനീകാന്ത് സിനിമ എന്ന ലേബലാണ് ചിത്രത്തിന് അനുയോജ്യം.